നമ്മുടെ ആൾക്കാർ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സംബന്ധിച്ച് എല്ലാം വോട്ടിട്ട് തീരുമാനിക്കുക. മജോറിറ്റി പറയുന്നത് എന്താണോ അതാണ് ശരി. അങ്ങനെയില്ല. നമ്മുടെ യേശുവിൻ്റെ പഠനങ്ങൾക്ക് അങ്ങനെയില്ല, മജോറിറ്റി ഇല്ല. അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളെയും അടിസ്ഥാനം. മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടെങ്കിൽ അത് ആൻറ്റി വിറ്റ്നസ്സാണ്. വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം ഇതുപോലത്തെ പോർക്കിറച്ചി കഷ്ണങ്ങളാണ്. ഇത് ഇട്ടിട്ട് നിറച്ച പോക്കറ്റുകളുമായിട്ട് മെത്രാനും നടക്കാൻ പാടില്ല, ഒരച്ഛനും നടക്കാൻ പാടില്ല, ഒരൽമായനും നടക്കാൻ പാടില്ല. അത് മുറിച്ച് കളഞ്ഞാലേ സഭ നേരെയാവത്തുള്ളൂ. പ്രത്യേകിച്ച് സഭയുടെ ഒരു സീറോ മലബാർ സഭയെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയൊരു വിഷയം തന്നെയാണ് ലിറ്റർജിയായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഈ ലിറ്റർജി കാര്യങ്ങൾ ശരിക്കും ഒരു ഭൂരിപക്ഷ തീരുമാനമാണോ ലിറ്റർജി സംബന്ധമായ കാര്യങ്ങളിൽ എടുക്കേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾ അറിയാത്ത വലിയൊരു കാര്യം ഇതാണ്. നമുക്ക് കർത്താവിൻ്റെ പഠനങ്ങൾ കൈമാറി വരുന്ന രണ്ട് സ്രോതസ്സാണുള്ളത്. ഒന്ന് ബൈബിള്, രണ്ട് സഭയുടെ ദൈവിക പാരമ്പര്യം, ഡിവൈൻ ട്രഡീഷൻ. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ദൈവ വെർബ് നമ്പർ 9 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബൈബിളും ഡിവൈൻ ട്രഡീഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ തുല്യ പ്രാധാന്യം അറിയിക്കുന്നു എന്ന്. ഈ ഡിവൈൻ ട്രഡീഷൻ്റെ 3 കാര്യങ്ങളാണ്. ഒന്ന് ഫെയ്ത്ത്, ലിറ്റർജി, ലൈഫ് സ്റ്റൈൽ. ഇത് ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്ന യേശുവിൻ്റെ പഠനങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ചാലണത്. അതുമാതിരി ബൈബിള്. ഇപ്പോൾ ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളാരെങ്കിലും മാറ്റി പറയുമോ? പറയത്തില്ല, പറയാൻ പാടില്ല. ഇപ്പോൾ എന്നോട് ഒരു തമാശയ്ക്കൊരു ചെറുപ്പക്കാരൻ, നമ്മുടെ ക്രിസ്ത്യൻ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു ചെകിടത്തടിച്ചവൻ്റെ മറുചെകിട് കാണിച്ചു കൊടുക്കാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പിതാവ്, ഞങ്ങളുടെയൊക്കെ യൂത്തിൻ്റെ അഭിപ്രായം ഒരു ചെകിടത്തടിച്ചവൻ്റെ കർണംകുറ്റി അടിച്ച് പൊട്ടിക്കണം എന്നുള്ളതാണെന്ന് പറഞ്ഞു. അവന് പറഞ്ഞു, ഒരഭിപ്രായം പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പറയാണ്, നമുക്ക് വോട്ടിട്ട് തീരുമാനിക്കാം കത്തോലിക്കരുടെ ഇടയിൽ ആരൊക്കെ അനുകൂലിക്കുന്നത്. അങ്ങനെ ഇല്ല. ഈശോ പറഞ്ഞ പഠനത്തിൽ മാറ്റമില്ല. നിങ്ങളെല്ലാവരും എതിരായിട്ട് ഒപ്പീനിയൻ പറഞ്ഞാലും ഈശോ പറഞ്ഞ പഠനം തന്നെയാണ് പഠനം. ബൈബിളിൽ മാറ്റമില്ല. അതുപോലെ തന്നെയാണ് സഭയുടെ ദൈവിക പാരമ്പര്യവും. അതിലൂടെ കൈമാറി വരുന്ന ലിറ്റർജി എന്നൊക്കെ പറഞ്ഞാൽ ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്ന സ്രോതസ്സാണ്. അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ ഒരച്ഛനോ മെത്രാനോ ഒരു വാക്ക് പോലും മാറ്റി ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. എനിക്കൊക്കെ നന്നായിട്ട് കുർബാന സ്വയം പ്രേരിതമായി ചെല്ലാനും ഇഷ്ടമാണ്, ഈ പ്രാർത്ഥനയൊന്നുമില്ലാതെ. ഞാൻ ചെയ്യാൻ പാടില്ല. കാരണം യേശുവിൻ്റെ പഠനങ്ങൾ കൈമാറി വന്ന് വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കണം. അതിൽ ഞാൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് മറ്റേത് പോയില്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് വോട്ടിട്ട് തീരുമാനിക്കുന്നതല്ല. ആരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അത് എന്താണോ ആരെങ്കിലും ആ പഴയ പാരമ്പര്യത്തിന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരണമെന്നാണ് വത്തിക്കാൻ കൗൺസിലൊക്കെ പറയുന്നത്. അവിടെ നമ്മുടെ ആൾക്കാർ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സംബന്ധിച്ച് എല്ലാം വോട്ടിട്ട് തീരുമാനിക്കുക. മജോറിറ്റി പറയുന്നത് എന്താണോ അതാണ് ശരി. അങ്ങനെയില്ല. നമ്മുടെ യേശുവിൻ്റെ പഠനങ്ങൾക്ക് അങ്ങനെയില്ല, മജോറിറ്റി ഇല്ല. യേശു പറഞ്ഞ പഠനങ്ങൾ അത് തന്നെയാണ് പഠനം, വേറെ പഠനമില്ല. അതിൽ മാറ്റി എനിക്ക് ചിന്തയ്ക്കുണ്ട്. ഒരടി തിരിച്ചടിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഞാൻ ചെയ്യാൻ പാടില്ല. കാരണം ഈശോ പറഞ്ഞിരിക്കുന്നത് അതല്ല. അപ്പോൾ സഭയുടെ ദൈവിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ലിറ്റർജി. അത് ആധികാരികമായിട്ട് എന്താണ് യേശുവിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പഠിക്കാൻ അത് ലിറ്റർജിസ്റ്റ്, ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. അത് പഠിച്ച് അത് കൃത്യമായിട്ട് അറിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്യലാണ് വേണ്ടത്. അല്ലാതെ അത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം നോക്കി ചെയ്യലല്ല. എനിക്ക് തോന്നുന്നു, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളെയും അടിസ്ഥാനം. പിന്നെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ബോധ്യം, നമ്മളിപ്പോൾ അധികാരികളെ മണിയടിച്ചിട്ട് അല്ലെങ്കിൽ സോപ്പിട്ട് സാധനം പിടിക്കുക ഒന്നല്ല. എൻ്റെ അടിയുറച്ച ബോധ്യമാണ്, തെറ്റല്ലാത്ത കാര്യങ്ങളിൽ അധികാരികളെ അനുസരിക്കണം. ഞാൻ 2 തലങ്ങൾ പറയും. ഒന്ന് ഏദൻ തോട്ടം, മറ്റൊന്ന് കാൽവരി. ഏദൻ തോട്ടത്തിൽ ആയിൽ നിന്ന് ആരംഭിക്കുന്ന അടിയിലേക്ക് പോകുന്ന 3 സ്റ്റെപ്പുണ്ട്. ഒന്ന് അഹങ്കാരം. ആദത്തിന് ഹവ്വയ്ക്ക് ദൈവത്തെ പോലെ ആകാൻ ഒരു ആഗ്രഹം, അവിടെ തുടങ്ങിയ അഹങ്കാരം. അപ്പോഴാണ് അനുസരണക്കേട് വന്നത്. അത് അധപതനത്തിലേക്ക് എത്തി. 3 സ്റ്റെപ്പ് താഴ്ത്തിക്കുള്ളത്. അടിയിലേക്കുള്ള ആയിൽ നിന്ന് ആരംഭിക്കുന്ന 3 സ്റ്റെപ്പാണത്. മറ്റേ കാൽവരിയിൽ മുകളിലേക്ക് പോകുന്ന വീയിൽ നിന്ന് ആരംഭിക്കുന്ന 3 സ്റ്റെപ്പുണ്ട്. കർത്താവ് കാണിച്ചു തന്നതാണ്. വിനയം, കുരിശുമരണത്തോളം കീഴ്വഴങ്ങി. വിധേയത്വം, കുരിശുമരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ചു. വിജയം, ഉത്ഥാനം. നമുക്ക് കാൽവരിയിലെ സ്റ്റെപ്പ് കയറേണ്ടവരാണ്. ഞങ്ങൾ സമർപ്പിതരും നിങ്ങൾ അൽമായരെന്നുള്ള ചിന്തയാണ് എൻ്റെ ഉറച്ച ബോധ്യം. അപ്പോൾ അനുസരണം അനുഗ്രഹദായകമാണ്. എൻ്റെ ഒരു ഉറച്ച ബോധ്യമാണത്.
അവിടെ ഞാനെന്ന് പറയുന്ന എവിടെ ഈഗോ പോകണം. ഞാനൊരു മെത്രാനാണ്, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമായി. അവിടെയും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ട കൂട്ടത്തിൽക്കൂടെ, 2 തരം പൗരോഹിത്യമുണ്ട് സഭയിൽ. ഞങ്ങളുടെ ശുശ്രൂഷ പൗരോഹിത്യം, മെത്രാന്മാരും അച്ഛന്മാരൊക്കെ ശുശ്രൂഷ പൗരോഹിത്യം. കാല് കഴുകാനാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഈ ചുമന്ന കെട്ടൊക്കെ കെട്ടി മാല കെട്ടി നിൽക്കുമ്പോൾ എന്തോ വലിയ ആളാന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ സ്ഥാനം കീഴ്പോട്ടേക്കാണ്, കാല് കഴുകാനാ. ഉന്തുകാലിലിരുന്ന് കാല് കഴുകുക, അതിനാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ അറിയാതെ പൊങ്ങിപ്പോവും. നിങ്ങളുടെ ഒരു പൊക്കൊക്കെ തന്ന് ഷോളൊക്കെ ഇടുമ്പോൾ ഞാൻ അറിയാണ്ട് പൊന്തിപ്പോവും. ഈ തിരിച്ചറിവിൻ്റെ കുറവ് ഒന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ മുറിയുടെ മുമ്പിൽ അച്ഛന്മാർ വെച്ചിരിക്കുന്നത് സാക്ഷി കെട്ടിയിട്ടുള്ള ഫോട്ടോ ഉണ്ട്, ഇതിപ്പോൾ കാണാൻ ഭംഗിയുണ്ട്. ഞാൻ ചിന്തിക്കുക, മെത്രാന്മാരുടെ ഞാൻ്റെയും മറ്റു മെത്രാന്മാരുടെയും മുറിയുടെ മുമ്പിൽ അഭികാമ്യമായിട്ടുള്ള ഫോട്ടോ ഈ പെസഹ മുട്ടുകുത്തി കാല് കഴുകുന്നൊരു പോസ്റ്റ് ഉണ്ടല്ലോ, ആ ഫോട്ടോ ഒക്കെ കിട്ടുന്നതാണെങ്കിൽ അത് പറഞ്ഞ് വെച്ചാലും ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്ക്. അതാണ് നമ്മുടെ റോള്. അതുപോലെ എല്ലാ അൽമായർക്കും പൗരോഹിത്യത്തിനും എന്നുള്ള കാര്യം അൽമായർക്കും ബോധ്യമില്ല, ഞങ്ങൾക്കും ബോധ്യമില്ല. അവർക്കുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉറപ്പ് ഞങ്ങൾക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വൈദികർ, മെത്രാന്മാർ, അൽമായർ നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത്. അവിടെ ഞാൻ ബലി അർപ്പിക്കുന്നു, നിങ്ങളൊക്കെ കണ്ടുപോകുന്നു, അങ്ങനത്തെ രീതിയായിരുന്നു അടുത്ത കാലം വരെ. കുർബാന കാണാൻ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി തുടങ്ങി. ബലി അർപ്പിക്കുന്നു നമ്മൾ ഒരുമിച്ച്. നിങ്ങൾക്ക് പൊതു പൗരോഹിത്യങ്ങൾ പങ്കുകാരാണ് മാമോദിസയിലൂടെ. നമ്മൾ ഒരുമിച്ച് ബലി അർപ്പിക്കുന്നത്. അപ്പോൾ ആ ബലിയർപ്പണത്തിൻ്റെ അനാഫ്ര ഭാഗം നമ്മൾ ഒരുമിച്ച് ആൾക്കാരെ അഭിമുഖമായിട്ട് ചെല്ലുന്നു എന്നുള്ള നിർദ്ദേശമാണ് സിനഡ് വന്നിരിക്കുന്നത്. ഞാനതിൻ്റെ തിയോളജി വശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല, ഞങ്ങളതിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. സിനഡ് അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നു, അത് സത്യമാണ്. ഞാൻ സിനഡിലുള്ള ആളാണ്. മാർപ്പാപ്പ അതിന് അപ്രൂവൽ പറഞ്ഞിരിക്കുന്നു. തന്നെയല്ല, സിനഡാണ് ഒരു ഇൻഡിവിജ്വൽ ചർച്ചിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ബോഡി. മാർപ്പാപ്പ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ രൂപതയിൽ ഞാൻ പറഞ്ഞു, രൂപത വന്നത് അന്ന് മുതൽ സിനഡൽ ഫോമിലാണ് കുർബാന ചെല്ലുന്നത്. അതിൽ അച്ഛന്മാർക്കും തടസ്സമില്ല, അൽമാർക്കും തടസ്സം, ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമേ ഇല്ല. ഈ ഒരു വിഷയം ഞങ്ങൾക്ക് ഇല്ല, ഞങ്ങൾ ടി വിയിൽ കാണുന്ന വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടെങ്കിൽ അത് ആൻറ്റി വിറ്റ്നസ്സാണ്. ബലി അർപ്പിക്കാൻ വരുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ലെന്ന് ഈശോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മത്തായി 5:23-24 പറഞ്ഞിട്ടുണ്ട്. നീ ബലി അർപ്പിക്കാൻ ബലിപീഠത്തെങ്കിലേക്ക് അണയുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ബലി അർപ്പിക്കാൻ പാടില്ല. ബലിവസ്തുക്കൾ അവിടെ വെച്ച് ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടുക, എന്നിട്ട് മതി എനിക്ക് നിൻ്റെ ബലി എന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അക്രൈസ്തവർ മുഴുവൻ നോക്കുകയാണ് നമ്മുടെ കുർബാനയെക്കുറിച്ചുള്ള ഈ പ്രശ്നങ്ങളൊക്കെ. സോ ഇറ്റ്സ് എ പബ്ലിക് സ്കാൻഡൽ. എത്രയും വേഗത ഇല്ലാതാക്കണം. ഇറ്റ് ഈസ് ഡിയബോളിക്. ഡിവിഷൻ ഈസ് ഡിയബോളിക്. അതിന് ഞാൻ പറയാം, ഞാനടക്കം ആരുടെയും ഉള്ളിൽ ആരോടും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പാടില്ല. ഞാൻ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു ദുശ്ശീലം ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം. അതായത് ഈ പോർക്കിറച്ചി കറിയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഈ തൊലിപ്പുറം ആ കഷ്ണമുണ്ടല്ലോ, അത് കണ്ട എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ഞാൻ കഴുകിയെടുക്കും. കുഞ്ഞ് ട്രോസറിൻ്റെ പോക്കറ്റിലിട്ട് ഇടയ്ക്കിടയ്ക്ക് അന്ന് ബബിൾ ഗമ്മൊന്നും കിട്ടില്ല, ഇത് പറഞ്ഞാൽ വയലിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അപ്പനൊക്കെ ഒത്തിരി എന്നെ ശാസിച്ചിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് പോർക്കിറച്ചി കറി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് ആ തൊലിപ്പുറ കഷ്ണങ്ങളൊക്കെ ഞാൻ പറക്കിയെടുത്ത് കഴുകി പോക്കറ്റിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ബബിൾ ഗം തിന്നുന്ന മരത്ത് തിന്നുകൊണ്ട് നടക്കും. ഒരു ദിവസം ഇതുപോലെ പോർക്കിറച്ചി കഷ്ണങ്ങൾ കിട്ടി കഴുകി പോക്കറ്റിലിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദുശ്ശീലം അന്ന് അവസാനിച്ചു എന്ന്. കാരണം ഞാൻ നോക്കിയപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ തറയിൽ കിടക്കണം. കാരണം ഞാൻ എൻ്റെ അളമാരി പോയി നോക്കി, എൻ്റെ എല്ലാ ട്രൗസറിൻ്റെയും പോക്കറ്റ് കത്രി കൊണ്ട് അപ്പം മുറിച്ച് കളഞ്ഞിരിക്കുക. അങ്ങനെയാണ് എൻ്റെ ആ ദുശ്ശീലം ഇല്ലാതായത്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം ഇതുപോലത്തെ പോർക്കിറച്ചി കഷ്ണങ്ങളാണ്. ഇത് ഇട്ടിട്ട് നിറച്ച പോക്കറ്റുകളുമായിട്ട് മെത്രാനും നടക്കാൻ പാടില്ല, ഒരു അച്ഛനും നടക്കാൻ പാടില്ല, ഒരു അൽമായനും നടക്കാൻ പാടില്ല. അത് മുറിച്ച് കളഞ്ഞാലേ സഭ നേരെയാവത്തുള്ളൂ.